ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലെ വളരെ ക്യൂട്ടായിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡ് ചെയ്ത് നോക്കിയാലോ. ഒരു ഹെഡ് ബാൻഡ് ചെയ്താലോ. അപ്പോൾ ഹെഡ് ബാൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇതിന് മുന്നേ എൻ്റെ കസ്റ്റമറിന് യെല്ലോ ഫ്രോക്കാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ യെല്ലോ ഫ്രോക്കിന് മാച്ച് ആയിട്ടാണ് ഞാൻ ഈ യെല്ലോ കളർ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ 4plyയുടെ കോട്ടൺ ബേബി സോഫ്റ്റ് കോട്ടൺ ഞാനാണ് യൂസ് ചെയ്യുന്നത്. 2.5 mm ഹുക്ക് സെറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് എല്ലാ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ ഒരു ഹെഡ് ബാൻഡാണിത്. സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് നമ്മൾ കൗണ്ട് ചെയ്യൊന്നും വേണ്ട, നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് ആ കുട്ടിയുടെ ഹെഡിൻ്റെ സർക്കിംസ്റ്റൻസ് എടുത്തിട്ട് തലേൻ്റെ ചുറ്റളവ് എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അത്രയും ഇഞ്ചിൽ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ചെയിൻ സ്റ്റിച്ച് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിങ്ങനെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ തലേൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. ഇങ്ങനെ നമ്മൾ ടാപ്പ് എടുത്തിട്ട് തലേൻ്റെ ചുറ്റളവ് ഒന്ന് എടുത്ത് കൊടുക്കുക. നമ്മളിത് ക്രോഷ്യ ആയതുകൊണ്ട് എലാസ്റ്റിക് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബേബീസിനൊക്കെ നല്ലൊരു കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെഡ് ബാൻഡാണിത്. ന്യൂ ബോൺസ് മുതൽ ഈ ഒരു ഹെഡ് ബാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ലൂസായാലോ ടൈറ്റ് ആയാലോ ഒക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർക്കാണോ ചെയ്യുന്നത്, വലിയ ആൾക്കാരാണെങ്കിൽ വലിയ ആൾക്കാരുടെ ഹെഡിൻ്റെ സർക്കിംസ്റ്റൻസ് എടുക്കുക. ന്യൂ ബോൺ ആണെങ്കിൽ ആ ന്യൂ ബോണിൻ്റെ എടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഞാനൊന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മെഷർമെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 14 ഇഞ്ച് മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 14-15 ഇഞ്ച്. അപ്പോൾ ഞാൻ ഇവിടെ 14 എടുക്കുന്നുള്ളൂ. ഇത് കുറച്ചുകൂടി വലിയും കണ്ടോ. ഇങ്ങനെ വലിക്കുമ്പോൾ വലിയുന്ന ഒരു ക്രോഷ്യയുടെ സ്റ്റിച്ച് ആയതുകൊണ്ട് കുറച്ചൊന്ന് വലിയും. അപ്പോൾ എനിക്ക് 15 വേണ്ടത്. പക്ഷെ ഞാൻ 14 സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 14 ഇഞ്ച് കിട്ടും. അപ്പോൾ 3 to 6 month ഉള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു 15 ഇഞ്ച് മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മൾ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഈ ചെയിൻ സ്റ്റിച്ച് നേരെ പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ചെയ്ത ചെയിനിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടും. ഇനി നമുക്ക് 1 2 3 ചെയിൻ ചെയ്യാം. ഞാനിവിടെ ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ഈ ഒരു ഹെഡ് ബാൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തിന്നായിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ചെയിൻ 1 ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ആണെങ്കിൽ നമ്മൾ ചെയിൻ 1 ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോട് ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. അതിൻ്റെ ശേഷം 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ചെയിനിലും ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ് കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടിയും ഇതുള്ളത് ചെയ്യാണ്. അപ്പോൾ എനിക്കിവിടെ ഹാഫ് ഡി സി ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ സിംഗിൾ ആണെങ്കിൽ ഒരു ചെയിൻ ചെയ്യുക. ഹാഫ് ഡി സി ആണെങ്കിൽ 2 ചെയിൻ ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹാഫ് ഡി സി ചെയ്യുക. ഹാഫ് ഡി സി ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുറ്റിലും ഹാഫ് ഡി സി എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഡി സി ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം ഡി സിക്ക് നമ്മൾ 3 ചെയിൻ ഇട്ടിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഒരു ഡി സി ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡി സി ചെയ്ത് കൊടുക്കാം.
വളരെ സിമ്പിളാണ്. ഈ സ്റ്റിച്ചസ് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഒരു ഹെഡ് ബാൻഡൊക്കെ ചെയ്തെടുക്കാൻ ഇത് വളരെ ഹെൽപ്പാവും. നമ്മളിത് സെയിം ഏത് ഡ്രസ്സാണോ ചെയ്യുന്നത് ആ ഡ്രസ്സിൻ്റെ കളറിൽ ഇത് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ബോ ആണെങ്കിൽ ബോ ചെയ്ത് കൊടുക്കുക. അതല്ല നമുക്ക് ബട്ടർഫ്ലൈ ആണ് ഇതിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ബട്ടർഫ്ലൈ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് ഒരു ബേസ് ഉണ്ടാക്കി എടുത്താൽ നമുക്ക് അതിലെല്ലാം സ്റ്റാറോ ഫ്ലവറോ ബോയോ എന്താണോ നമുക്കിഷ്ടം നമ്മൾ ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ട് ഓരോ പാറ്റേൺ നമുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്കിനി പുറത്ത് പോയിട്ട് ക്രോഷ്യ അറിയുന്ന ആൾ പുറത്ത് പോയിട്ടൊരു ഹെഡ് ബാൻഡ് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മളെ കയ്യിലുള്ള ഏത് യാണാണോ നമ്മൾ ഡ്രസ്സിന് ബേബീസിൻ്റെ ഡ്രസ്സിന് സ്യൂട്ടാവുന്നത് ആ കളർ യാൺ വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC ചെയ്തിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ചുറ്റും ചെയ്ത് ഈ ഒരു വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ ആണ് എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ചെയ്തവർ കമൻറ്റൊക്കെ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. പിന്നെ പുതിയ വീഡിയോസൊക്കെ ഇടണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനിയും ഇത് കുറേ വീഡിയോസായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ എൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതൊക്കെ മാക്സിമം ഞാൻ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു DC നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഇങ്ങനെ ഓരോ DC ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റും ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റിലും നമുക്ക് ആ ഒരു ചെയിൻ സ്റ്റിച്ചിലും കുറച്ച് ചെയിൻ സ്റ്റിച്ച് ബാലൻസ് ഉണ്ട്. അതിലും നമുക്കിങ്ങനെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നിങ്ങൾ ഏത് സ്റ്റിച്ചാണോ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത് ആ സ്റ്റിച്ച് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ 3 ചെയിൻ കഴിഞ്ഞിട്ട് അടുത്ത ചെയിൻ ഉണ്ടല്ലോ 4th ചെയിൻ, ആ 4th ചെയിനിൽ ഇങ്ങനെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനോട് ചെയ്യാം, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് കിട്ടി. ഇനി ചെയിൻ 1 ചെയ്യാം. നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹുക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടൈറ്റാക്കി കൊടുക്കുക. അപ്പം നമുക്ക് വളരെ ക്യൂട്ട് സിമ്പിളായിട്ടുള്ള, അപ്പോൾ ഇത്ര കട്ടി വേണ്ട എന്നുള്ളവർക്ക് തിന്നായിട്ടുള്ളത് വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടും ഹാഫ് DC വെച്ചിട്ടും ഒക്കെ ചെയ്യുക. ഇത് DC വെച്ചിട്ടാണ് ഞാനിത് കാണിച്ചു തന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ വീതി വേണമെങ്കിൽ 2 റോ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ 2 യാണ് നമുക്ക് മുകളിലേക്കായിട്ട് കെട്ടി കൊടുക്കാം. മുകൾ ഭാഗത്തേക്കായിട്ട് നല്ല ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഈ യാണ് നമുക്ക് കെട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹെഡ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്യൂട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ, നമുക്കൊരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ബേബീസിന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെഡ് ബാൻഡാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അല്ല നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫ്ലവർ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഫ്ലവർ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, നല്ല ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഫ്ലവർ എല്ലാം നമുക്ക് ബട്ടർഫ്ലൈ ആണ് വേണമെങ്കിൽ ഈ ഒരു ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കാം. അതെല്ലാം നമുക്ക് സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ വെക്കാം, അല്ല ബോ വേണമെങ്കിൽ ബോ വെക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കിങ്ങനെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിമേലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ബട്ടർഫ്ലൈ ആകുമ്പോൾ നമുക്ക് 1, 2, 3 ബട്ടർഫ്ലൈസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. സിമ്പിളാണ് ഇഷ്ടമെങ്കിൽ സിമ്പിളിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഈ യെല്ലോ റെഡ് നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.